മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഇങ്ങനെ സംഭാഷണത്തിൽ ഇരിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ അതാ മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു അതിലൂടെ ഇങ്ങനെ കടന്നു വരികയുണ്ടായി. മഹാനവറുകൾ ഇങ്ങനെ കടന്നു വന്നു. എന്നിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തോ ഒരു ഷുആലിൽ എന്തോ ഒരു പ്രത്യേകതയിൽ ഇരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുന്ന് സലാം പറയാതെ അവിടുന്ന് വളരെ പെട്ടെന്ന് അബൂദർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കടന്നു പോവുകയുണ്ടായി. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ആ പോയത് അബൂദർ അല്ലേ നബിയെ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇതങ്ങ് പറയുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത അത്ഭുതമായി. അവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ എൻ്റെ പ്രിയമുള്ളവരെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നു, യാ ജിബ്രീൽ എന്നവരെ, നിങ്ങൾ അബൂദറിനെ അറിയുമോ? എൻ്റെ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെ നിങ്ങൾ അറിയുമോ ജിബ്രീൽ? അതാ അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് മാത്രമല്ല നബിയെ അറിയുന്നത്, എനിക്ക് മാത്രമല്ല നബിയെ അറിയുന്നത്, അല്ലാഹുവിന്റെ വാനലോകത്തുള്ള എല്ലാ മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകൾക്ക് മുഴുവനും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, എല്ലാ മലക്കുകൾക്കും അതാ പടച്ചുറപ്പെ അവിടുന്ന് പറയുകയാണ്, എല്ലാ മലക്കുകൾക്കും അബൂദറിനെ അറിയുമല്ലോ, അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെ അറിയുമല്ലോ പടച്ചുറപ്പെ എന്നവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ്, യാ ജിബ്രീൽ, എങ്ങനെയാണ് എൻ്റെ അബൂദറിനെ നിങ്ങൾ എല്ലാവരും അറിയുന്നത്, നിങ്ങളെല്ലാവരും അറിയുന്നത് എന്നവിടെ നിന്നൊന്ന് പറയുമോ? പടച്ചുറപ്പേ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അബൂദറിന് ഒരു ക്വാളിറ്റി നബിയെ, അബൂദർ റളിയല്ലാഹു തആല അൻഹു വല്ലാത്തൊരു ക്വാളിറ്റി ഉണ്ട്. എന്താണ് ആ ക്വാളിറ്റി എന്നറിയോ? അബൂദർ റളിയല്ലാഹു തആല അൻഹു ദുനിയാവിനെ വെടിഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരായിരുന്നല്ലോ. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഏറ്റവും അടുത്ത സ്വഹാബിയാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും കൂടുതൽ അടുത്ത സ്വഹാബിയാണ് മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു. പടച്ചുറപ്പേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ ദുനിയാവെന്ന ചിന്ത മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹൃദയത്തിലില്ല. ദുനിയാവിനെ പാടവെടിഞ്ഞ ജീവിതമാണ്. പടച്ചുറപ്പേ നാളേക്ക് വേണ്ടിയിട്ടുള്ള സമ്പത്ത് എടുത്തു വെക്കലുണ്ടല്ലോ, ഇത് അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന് ഉണ്ടായിരുന്നില്ല. തന്റെ കയ്യിലേക്ക് സമ്പത്തെങ്ങാനും കടന്നു വന്നാ പടച്ചുറപ്പേ പാവപ്പെട്ടവരായ ജനങ്ങളുണ്ടല്ലോ, പാവപ്പെട്ടവരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടോ അവിടുന്ന് സ്വതക്ക ചെയ്യുമായിരുന്നു എന്ന് സ്വഹാബത്ത് അവിടുന്ന് പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാ. പടച്ചുറപ്പേ ജീവിതത്തിൽ വല്ലാത്ത സൂക്ഷ്മതയായിരുന്നല്ലോ. ദുനിയാവിന്റെ സമ്പത്ത് വേണ്ട, ദുനിയാവിന്റെ സൗകര്യങ്ങൾ വേണ്ട, ഈ ദുനിയാവിന്റെ ആഡംബരങ്ങൾ വേണ്ട. അങ്ങനെ ദുനിയാവിന്റെ തുലക്കമുകളിലൂടെ ജീവിച്ച മഹാനാണ് പടച്ചുറപ്പേ. ആരുടെങ്കിലും സമ്പത്ത് കണ്ട, ആരുടെയെങ്കിലും കയ്യിൽ സമ്പത്തുണ്ടെന്നറിഞ്ഞാൽ അതാ അബൂദർ റളിയല്ലാഹു തആല അൻഹു കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. സ്വതക്ക ചെയ്താലുള്ള പ്രതിഫലം അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണല്ലോ. എൻ്റെ പ്രിയമുള്ളവരെ, ഇതെല്ലാം മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു ചെയ്യുകയാണ്. അതാ സ്വഹാബത്ത് കടന്നു വന്നിട്ടോ
ആ സ്വഹാബത്ത് കടന്നു വന്നിട്ടോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂദറിനെ കുറിച്ച് എപ്പോഴും പരാതി പറയാറുണ്ടല്ലോ, എപ്പോഴും പരാതി പറയാറുണ്ടല്ലോ. ആരാണ് സമ്പത്ത് കൂട്ടിവെച്ചിട്ടുള്ളത്? അവന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നിട്ട് അള്ളാനെ ഓർമ്മപ്പെടുത്തുമായിരുന്നല്ലോ. ആ സമ്പത്ത് എടുത്തിട്ട് പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി നിർബന്ധിപ്പിക്കുമായിരുന്നല്ലോ. പടച്ചുറപ്പേ, ഇങ്ങനെ ജീവിതത്തിൽ വല്ലാതെ സൂക്ഷ്മത പുലർത്തിയ മഹാനാ അല്ലാ. ഇട്ടെടുക്കാനും വസ്ത്രമുണ്ടായിരുന്നത് മഹാനവരുടെ കയ്യിലോ. പടച്ചുറപ്പേ, അല്ലാഹുവേ, ഔറത്ത് മറയുന്ന ഒറ്റ വസ്ത്രം മാത്രമാണ് ഉണ്ടായിരുന്നത്. അല്ലാഹുവിന്റെ ജീവിതത്തിൽ പെൺമക്കളാണ് ജനിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത് പെൺമക്കളെയായിരുന്നല്ലോ. അങ്ങനെ ദുനിയാവിന്റെ തുരുക്കമുകളോട് ചോദിക്കുന്ന അബൂദർ റളിയല്ലാഹു തആല അൻഹു അതാ പടച്ചുറപ്പേ തന്റെ മരണം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. മഹാനവറുകൾ അവിടെ നിന്ന് പറയുകയാ, പടച്ചുറപ്പേ തന്റെ പ്രിയപ്പെട്ട പെൺമക്കളെ വിളിച്ചിട്ട് അവിടെ നിന്ന് പറയുകയാണ്, പൊന്നുമക്കളെ, ഈ വാപ്പാന്റെ കയ്യിൽ നിങ്ങൾക്ക് തരാനൊന്നും തന്നെ ഉണ്ടല്ലോ. ഈ വാപ്പ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും തന്നെ ഉണ്ടാക്കി വെച്ചിട്ടില്ലല്ലോ. ഈ വാപ്പ ലോകത്തോട് വിട പറയാൻ പോവുകയോ. ഈ വാപ്പ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും തന്നെ ഉണ്ടാക്കി വെച്ചിട്ടില്ല. അബൂദർ റളിയല്ലാഹു തആല ഇതങ്ങ് പറയുമ്പോ മഹാനവറുകളെ കണ്ണുകൾ ഇങ്ങനെ നിറയുകയാണല്ലോ. മഹാനവറുകളെ കണ്ണുകൾ നിറഞ്ഞു. തന്റെ പ്രിയപ്പെട്ട പെൺമക്കൾ അവിടുന്ന് എന്ത് ചെയ്തെന്നറിയോ? അല്ലാഹുവേ, തന്റെ പ്രിയപ്പെട്ട വാപ്പാന്റെ കൈ പിടിച്ചിട്ട് പറയുന്ന, വാപ്പാ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചവരാണല്ലോ. അല്ലാഹുവിന് വേണ്ടി പടച്ച തമ്പുരാനെ പേടിച്ചിട്ടോ ഞങ്ങളെ വളർത്തിയ പിതാവാണല്ലോ നിങ്ങൾ കരയല്ല വാപ്പാ, നിങ്ങൾ ഒരിക്കലും തന്നെ കരയല്ല വാപ്പാ എന്നവിടെ നിന്ന് മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട മക്കൾ അവിടെ നിന്ന് പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ. എന്നിട്ട് അബൂദർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാണല്ലോ, ഞാനങ്ങ് മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കുളിപ്പിക്കണേ, നിങ്ങൾ എന്നെ കുളിപ്പിക്കണേ. എന്നെ കുളിപ്പിച്ചിട്ടുണ്ടല്ലോ, എന്റെ മയ്യത്തെടുത്തിട്ടോ, എന്റെ മയ്യത്തെടുത്തിട്ടോ അതാ ഉംറ കഴിഞ്ഞിട്ട് വരുന്ന ഒരുപാട് ആളുകളെ കാണുമല്ലോ. ആ ഉംറയും കഴിഞ്ഞിട്ട് കടന്നു വരുന്ന ആളുകളുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് വെക്കണേ. അവർ വരുന്ന വഴികളിലേക്ക് എന്റെ മയ്യത്തെടുത്തിട്ട് കൊണ്ടുപോകണേ. എന്നിട്ടുണ്ടല്ലോ, അവരോട് നിങ്ങൾ പറയേണ്ട ഒരു കാര്യമുണ്ട്, അവരോട് നിങ്ങൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിയാ. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കഫംപുട പൊതിയാൻ പോലും വസ്ത്രമില്ലല്ലോ. ഇദ്ദേഹത്തിന്റെ കയ്യിൽ വസ്ത്രമില്ല, ഇദ്ദേഹത്തിന്റെ അടുത്ത് വസ്ത്രമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ കഫം, നിങ്ങളുടെ ഇദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പിതാവിനെ കഫം പൊതിയാൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിനെ കഫൻ പൊതിയാൻ നിങ്ങളുടെ കയ്യിലുള്ള ഇഹ്റാമിന്റെ വസ്ത്രമുണ്ടല്ലോ, അത് ഞങ്ങൾക്കൊന്ന് തരണേ എന്ന് തന്റെ പ്രിയപ്പെട്ട മക്കൾ അവിടെ നിന്ന് പറയുകയാണ്. പടച്ചുറപ്പേ, പിതാവ് അവിടെ നിന്ന് ഇതുപോലെ പറഞ്ഞു. ആ മക്കള് വാപ്പ മരണപ്പെട്ടു, അവിടെ നിന്ന് കുളിപ്പിച്ചു. പടച്ചുറപ്പേ, ഉംറ കഴിഞ്ഞിട്ട് വരുന്ന ആളുകൾ നടന്നു പോകുന്ന വഴിയോരമുണ്ടല്ലോ, അല്ലാഹുവേ, അവിടെ കൊണ്ടുപോയിട്ട് മയ്യത്ത് വെക്കുകയാ. അല്ലാഹു ഒരു സംഘം ഇങ്ങനെ ഉംറ കഴിഞ്ഞിട്ട് വരികയാണല്ലോ. അതാ ഇവിടുന്ന് തന്റെ പ്രിയപ്പെട്ട മക്കൾ പറയുന്നത് മുത്തുനബിയുടെ സഹാബിയാണല്ലോ. ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയാണ്. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് പടച്ചുറപ്പേ നിങ്ങളുടെ ഇഹ്റാമിന്റെ വസ്ത്രം ഒന്ന് തരുമോ? ഞങ്ങളുടെ പിതാവ് പടച്ചുറപ്പേ അല്ലാഹുവേ ഒരു വസ്ത്രം പോലും കയ്യിലില്ല. അങ്ങനെ ലോകത്തോട് വിട പറഞ്ഞ മഹാനാണല്ലോ.
അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഇഹ്റാമിന്റെ വസ്ത്രം ഒന്ന് തന്നോ, ഞങ്ങളുടെ പിതാവിന് ഇതിനകത്ത് ഞങ്ങൾക്ക് കഫൻ പൊതിയാമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചുറപ്പേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയുടെ പെൺമക്കളതാ വഴിയരികിൽ ഇങ്ങനെ നിൽക്കുകയാ. പടച്ചുറപ്പേ എന്തൊരത്ഭുതമെന്നാണെന്നറിയോ. അതാ ആ സംഘത്തിന്റെ നേതാവ് ആരാണെന്നറിയോ? മഹാനായ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു. മഹാനായ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു ആണ് സംഘത്തിന്റെ നേതാവ്. പടച്ചുറപ്പേ റസൂലുള്ളാഹിന്റെ സഹാബി എന്ന് കേട്ടപ്പോ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹുവിന് വല്ലാത്ത അത്ഭുതമായി. പടച്ചുറപ്പേ ആരാണെന്ന് നോക്കാൻ മുഖത്ത് കിടക്കുന്നൊരു തുണിയുണ്ടായിരുന്നു. ഉമ്മ അതെടുത്തിട്ടങ്ങ് മാറ്റുമ്പോ പടച്ചുറപ്പേ പുഞ്ചിരിച്ചിട്ടോ അല്ലാഹുവേ മുഖം പ്രകാശിക്കുന്നവരായിട്ടോ അബൂദർ റളിയല്ലാഹു തആല ഇങ്ങനെ പുഞ്ചിരിച്ചിട്ട് കിടക്കുകയാണല്ലോ. അതാ അവിടുന്ന് സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു തആല പറയുകയാ, നബിയെ നിങ്ങൾ പറഞ്ഞത് സത്യമായി പുലർന്നു നബിയെ, നിങ്ങൾ പറഞ്ഞത് സത്യമായി പുലർന്നു നബിയെ. എന്തേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്നറിയോ? നാളെ അബൂദർ റളിയല്ലാഹു തആല നാളെ ഖബറിൽ നിന്നിട്ട് എണീറ്റ് വരുമ്പോ ഏകാന്തനായിട്ടാണ് കടന്നു വരിക. അവിടുന്ന് സമ്പത്തിന്റെ പേരിൽ അവിടുന്ന് ഒന്നും തന്നെ പടച്ചു തമ്പുരാന്റെ മുമ്പിൽ പറയാനില്ല. നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ച ജീവിതമാണല്ലോ. അതുകൊണ്ട് നന്മയെ കുറിച്ച് മാത്രമേ നാളെ അബൂദറിന് പറയാനുണ്ടാവുകയുള്ളൂ. എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. ദുനിയാവിനെ വെടിഞ്ഞ് ജീവിച്ച മഹാനാ, ദുനിയാവ് ജീവിതത്തിൽ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ച മഹാനാ. പടച്ചുറപ്പേ ദുനിയാവിന് എത്രത്തോളമാണ് വെറുത്തിരുന്നതെന്നറിയോ? ആഖിറത്തെ ഇഷ്ടപ്പെട്ടവരാണ് ദുനിയാവിനെ വെടിഞ്ഞുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയവരാ. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ നേരെ തിരിച്ചിട്ടാണല്ലോ. നമ്മൾ ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നവരാണ്, ആഖിറത്തെ വെടിയുന്നവരാണല്ലോ. ആഖിറത്തെ തന്റെ ജീവിതത്തിൽ നിന്ന് എടുത്ത് കളയുന്നവരാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഒരിക്കലും തന്നെ നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ആഖിറത്ത് പടച്ചുറപ്പേ നമ്മുടെ ഹൃദയത്തോട് നമ്മൾ ചേർത്ത് വെക്കണേ. ദുനിയാവിനെ നമ്മൾ വെടിഞ്ഞാലും കുഴപ്പമില്ലല്ലോ ഉമ്മ. നമ്മളൊക്കെ ദുനിയാവിൽ എങ്ങനെ നമുക്ക് വെട്ടിപ്പിടിക്കാം? ദുനിയാവിന് എത്രത്തോളം സൗകര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും? പടച്ചുറപ്പേ എനിക്ക് നല്ല വാഹനം വേണം, നല്ല വീട് വേണം, നല്ല ഭാര്യ വേണം. പടച്ചുറപ്പേ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ഞാനാണെന്ന് പറയണല്ലോ. അങ്ങനെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ആളുകളാണല്ലോ നമ്മളെല്ലാവരും. അല്ലാ അല്ലാ, ആ ജീവിതം നമുക്ക് വേണ്ട, ആ ജീവിതം നമുക്ക് വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നമ്മെ പരീക്ഷിക്കുമല്ലോ. അല്ലാഹു നമ്മളെ പരീക്ഷിച്ചാ പടച്ചു തമ്പുരാന്റെ പരീക്ഷണം നമുക്ക് താങ്ങാൻ കഴിയുമോ? ആ പടച്ചു തമ്പുരാന്റെ പരീക്ഷണം എന്റെ പ്രിയമുള്ളവരെ നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയുമോ? ദുനിയാവിനെ എങ്ങാനും ഒരു മനുഷ്യനെങ്ങാനും ഇഷ്ടപ്പെട്ട ഈ ദുനിയാവിന് ഒരാളെങ്ങാനും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണല്ലോ, അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 4 പരീക്ഷണങ്ങൾ കൊടുക്കുകയാണല്ലോ. ഈ ദുനിയാവിന്റെ തൊലിക്കുമ്പോൾ ഒരുപാട് തിരക്കുകളുണ്ടാകാം. എപ്പോഴും അവനിക്ക് പ്രയാസമാ, അവനിക്ക് തിരക്കാൻ പ്രയാസമാണല്ലോ. അവന്റെ വേദനകൾ തീരില്ലല്ലോ, അവന്റെ തിരക്കുകൾ തീരില്ലല്ലോ. മാത്രമല്ല അല്ലാഹു തആല അവനിക്ക് ദാരിദ്ര്യം കൊടുക്കുകയാ. എത്ര വലിയ സമ്പത്തിന്റെ കൂനുകൾ അവന്റെ കയ്യിലേക്ക് കടന്നു വന്നാലും പടച്ചുറപ്പേ അവനിക്ക് വല്ലാത്ത ദാരിദ്ര്യമാണല്ലോ. അവന്റെ ജീവിതത്തിൽ അല്ലാഹു തആല ദാരിദ്ര്യമാണല്ലോ. മാത്രമല്ല
മാത്രമല്ല അവിടുന്ന് റസൂലുള്ള വീണ്ടും പറയുകയാണ്, അവന്റെ ജീവിതത്തിൽ അവനക്ക് ദുഃഖം വിട്ടുമാറുന്നതല്ല, ഓരോ പ്രശ്നങ്ങൾക്ക് പിറകെ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ കടന്നു വരികയാ. ദുനിയാവിനെ വെടിഞ്ഞ ഉമ്മ, ദുനിയാവിനെ വെടിഞ്ഞ വാപ്പ, നിന്റെ ഹൃദയത്തിനകത്തുള്ള ഓരോ വിഷമങ്ങളുണ്ടല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി തരുകയാണ്. മാത്രമല്ല എത്ര അവന്റെ ജീവിതത്തിൽ അല്ലാഹു തആല സമ്പത്ത് കൊടുത്താലും, എത്ര വലിയ സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി കൊടുത്താലും, എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, അവനിക്കൊരിക്കലും തന്നെ കിട്ടിയത് അവനിക്ക് തികയുന്നില്ലല്ലോ, അവനിക്ക് കിട്ടിയത് തികയില്ലെന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതാ മുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, എത്ര വലിയ സമ്പത്ത് അവന്റെ മുമ്പിലേക്ക് കടന്നു വന്നാൽ പടച്ചുറപ്പി അവനിക്കതൊന്നും മതിയാകില്ലെന്ന് മുത്തനബി പറയുകയാ. ഇതാ ദുനിയാവിനെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്ന ശിക്ഷയാണ് വാപ്പാ. ദുനിയാവിനെ വെടിഞ്ഞോ, ദുനിയാവിനെ വെടിഞ്ഞോ, അല്ലാഹു നിന്റെ കൂടെ പോരുമല്ലോ, അല്ലാഹു നിന്റെ കൂടെ പോരുമല്ലോ. മാത്രമല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് നിന്നെ വല്ലാത്ത ഇഷ്ടമാണല്ലോ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് നിന്നെ വല്ലാത്ത ഇഷ്ടമാ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിന്നെ കുറിച്ച് നല്ലത് പറയുകയാ. ഓരോ മലക്കുകളും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, മലക്കുകളുടെ സലാം നിനക്ക് കിട്ടുകയാണല്ലോ. റബ്ബേ, മലക്കുകളുടെ പ്രാർത്ഥനയും സലാമും കിട്ടിയാൽ നമ്മളല്ലടാ ഭാഗ്യവാന്മാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധം നൽകട്ടെ, അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കാൻ, മലക്കുകളുടെ പ്രത്യേകമായ പ്രാർത്ഥന അവിടെ നിന്ന് ലഭിക്കും. എന്താ ചെയ്യേണ്ടത്? ദുനിയാവിനെ വെടിയ. എന്താ ചെയ്യേണ്ടത്? ദുനിയാവിനോടുള്ള തന്റെ ഹൃദയത്തിലുള്ള ആർത്തി, ആ ആർത്തിയെ നമ്മൾ കുറച്ചാൽ എന്റെ പ്രിയമുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലക്കുകളെ കൊണ്ട് നമ്മളെ സ്നേഹിപ്പിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയാം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, പഠിച്ചോനെ, ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ അല്ലാഹുവേ എത്ര ആളുകളെ ചതിച്ച വല്ലാത്തൊരു ചിരക്കാണ് ദുനിയാവെന്ന് പറഞ്ഞാൽ. എന്താണ്? ഒരുപാട് ആളുകളെ പടച്ചുറപ്പെ ചതിച്ച് വഞ്ചിതനാക്കിയ വല്ലാത്ത നരകത്തിന്റെ ആയങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞ ഏറ്റവും വലിയൊരു മുതലാണ് ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദുനിയാവ് കൊണ്ട് ആരും രക്ഷപ്പെട്ടിട്ടില്ല, ദുനിയാവിനെ ഇഷ്ടപ്പെട്ട ആരും ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടില്ല. ദുനിയാവിനെ ഇഷ്ടപ്പെട്ടവരൊക്കെ കഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. ദുനിയാവിനെ വെടിഞ്ഞോരൊക്കെ നല്ല ഉയരങ്ങളിലേക്ക് എത്തുകയുമാണ് ചെയ്തത്. അല്ലാഹു തആല ബോധം നൽകട്ടെ, അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ, അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുക. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, അതുകൊണ്ട് ദുനിയാവിനെ വെടിഞ്ഞോ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, വാപ്പമാര്, മനസ്സിലാക്കിക്കോ, ദുനിയാവിന്റെ തൊലിക്കുമുള്ളിലൂടെ കടന്നു പോകുന്നത് നമ്മുടെ വീട്ടിനകത്ത് ബറക്കത്ത് വേണമെന്ന് നമ്മളെല്ലാവരും പറയുന്നവരാണല്ലോ. പടച്ചുറപ്പേ, ദുനിയാവിന്റെ സൗകര്യങ്ങളും സൗന്ദര്യങ്ങളും എല്ലാം വാരിക്കൂട്ടിയിട്ടോ എത്രയോ വാപ്പമാരാണ്, ഉമ്മമാരാണ് പടച്ചുറപ്പേ പറയാറുള്ളത്, ഉസ്താദേ ഒരുപാട് സമ്പത്തുണ്ട്, ഒരുപാട് പവറുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങൾ ഇന്ന് ദുനിയാവിൽ നിൽക്കണ്ടോ, പക്ഷേ ജീവിതത്തിൽ സന്തോഷമില്ല ഉസ്താദ്, ജീവിതത്തിൽ ഒരു സമാധാനം ലഭിക്കുന്നില്ല ഉസ്താദ്, എപ്പോഴും ടെൻഷനാണ്, വല്ലാത്ത വിഷമമാണ്, ഒന്നിന് പുറകെ ഒന്നായിക്കൊണ്ട് ജീവിതത്തിൽ ഇങ്ങനെ കടന്നു വരികയാണെന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. പടച്ചറപ്പേ, ഭർത്താവ് ജോലിക്ക് പോകുമ്പോ അല്ലാഹുവേ ഏതെങ്കിലും ഒരു പെണ്ണുണ്ടല്ലോ, തന്റെ ഭർത്താവ് ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ വേണ്ടി എന്താണ് കൊണ്ടുവരുന്നത് ചോദിക്കുന്നവരുണ്ടോ? നിന്റെ കുടുംബത്തിൽ നീ ബർക്കത്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിറക് കെട്ടുകാരന്റെ പടച്ചുറപ്പേ ഭാര്യയുടെ ചരിത്രം അതാ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്.
പടച്ചുറപ്പേ ഒരു വിറവ് കെട്ടുകാരുണ്ടായിരുന്നല്ലോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പടച്ചുറപ്പേ തന്റെ മുമ്പിലിരിക്കുന്ന സ്വഹാബി വനിതകളുണ്ടല്ലോ അവർക്ക് മുമ്പിൽ ഇങ്ങനെ ക്ലാസ് എടുത്ത് കൊണ്ടിരിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ് ആ പോകുന്ന പെണ്ണുണ്ടല്ലോ പടച്ചുറപ്പേ ഒരു പെണ്ണതിലൂടെ തന്റെ സദസ്സിന്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോ അതാ റസൂലുള്ള പറയുകയാ ആ കടന്നു പോകുന്ന പെണ്ണുണ്ടല്ലോ ആ കടന്നു പോകുന്ന പെണ്ണ് ആ കടന്നു പോകുന്ന പെണ്ണ് സ്വർഗത്തിലാണല്ലോ പടച്ചുറപ്പേ അവിടുന്ന് എല്ലാവർക്കും ആ പെണ്ണിനെ കുറിച്ച് പഠിക്കാൻ വല്ലാത്ത ആഗ്രഹമായല്ലോ അതാ തന്റെ മുമ്പിലിരിക്കുന്ന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലിരിക്കുന്ന പെണ്ണുങ്ങളോ ഓരോ സ്വഹാബി വനിതകളോ പടച്ചുറപ്പേ അവിടുന്ന് കടന്നു ചെല്ലുകയാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചല്ലോ ആ പെണ്ണ് സ്വർഗത്തിലാണെന്ന് പഠിപ്പിച്ചല്ലോ അല്ലാഹുവേ പടച്ചുറപ്പേ ഇന്നീ പുണ്യമാന മജ്ലിസിലേക്ക് കടന്നു വന്നിട്ടോ ഇൽമു കേൾക്കുന്ന ഓരോ ഉമ്മമാര് മനസ്സിലാക്കിക്കോ എന്റെ സഹോദരിമാര് മനസ്സിലാക്കിക്കോ ഈ അറിവ് നമ്മുടെ ഹൃദയത്തിനകത്ത് ഏറ്റവും കൂടുതൽ കുത്തിവെക്കേണ്ട അറിവാണല്ലോ നമ്മൾ പടച്ചുറപ്പേ സേവ് ചെയ്ത് വെക്കേണ്ട അറിവാണല്ലോ ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലോ നമ്മളെ കുടുംബത്തിൽ പരാജയമാണല്ലോ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമോ ഉമ്മ അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗത്തിന്റെ മലക്കുകൾ നിന്നെ കാണൂല ഉമ്മ അല്ലാഹുവിന്റെ റസൂലിന് നിന്നെ വേണ്ട അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾക്ക് നിന്നെ വേണ്ട അസ്റായീൽ നിന്നെ പിടിക്കുന്ന സമയത്ത് പടച്ചുറപ്പേ നിനക്ക് വേണ്ട രൂപത്തിൽ കലിമ ചൊല്ലാൻ കഴിയില്ല മാത്രമല്ല ദുനിയാവിൽ പ്രശ്നങ്ങളാണ് നിന്റെ മക്കളുടെ കാര്യത്തിൽ നിനക്ക് വിഷമങ്ങളാണ് ഈ ദുനിയാവിൽ ഒരുപാട് വിഷമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് തരികയാണല്ലോ എന്റെ പ്രിയമുള്ളവരെ അവിടെ നീ സ്വഹാബി വനിതകളെ കടന്നു ചെന്നിട്ട് ചോദിക്കുകയാണ് നിന്നെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ നിന്റെ ജീവിതത്തിൽ നീ സ്വർഗ്ഗം ലഭിച്ചവളാണെന്ന് പറയുന്നുണ്ടല്ലോ ദുനിയാവിന്റെ തൊലിക്ക് മുന്നിലൂടെ ജീവിക്കുമ്പോ അല്ലാഹു നിനക്ക് സ്വർഗ്ഗം തന്നിട്ടുണ്ടെന്ന് പറയുകയാ എന്താണ് അതിനുള്ള കാരണമെന്ന് പറഞ്ഞു തരുവോ നീ ചെയ്യുന്ന അമലിനെ കുറിച്ചിട്ടൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുവോ അവിടെ നീ പ്രിയപ്പെട്ട സ്വഹാബി വനിത പറയുകയാണോ ഞാൻ ചെയ്യുന്ന നിങ്ങളെപ്പോലെ നിസ്കരിക്കുന്നുണ്ട് നോമ്പെടുക്കുന്നുണ്ട് സക്കത്ത് കയ്യുന്നത് കൊണ്ട് പടച്ചുറപ്പേ ഒരുപാട് ദാനങ്ങൾ ധർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ എല്ലാ നന്മകളും ഞാൻ ചെയ്യുന്നുണ്ടോ ഫർദ് നമസ്കരിക്കുന്നുണ്ടോ സുന്നത്തുകൾ നമസ്കരിക്കുന്നുണ്ടോ തഹജ്ജുദ് നമസ്കരിക്കുന്നുണ്ടോ എല്ലാ നന്മകളും ദുനിയാവിൽ ഞാൻ ചെയ്തു കൂട്ടുന്നുണ്ടല്ലോ എന്നെ കൊണ്ട് കഴിയുന്ന ഓരോ നന്മകളും എന്റെ ജീവിതത്തിൽ ഞാൻ പതിവാക്കുന്നുണ്ടോ പടച്ചുറപ്പി അവിടുന്ന് തന്റെ മുമ്പിൽ ഇരിക്കുന്ന സ്വഹാബി വനിതകൾ പറയുന്ന പെണ്ണ് അതൊക്കെ ഞങ്ങളും ചെയ്യുന്നതാണല്ലോ അതൊക്കെ ഞങ്ങളും ചെയ്യുന്നതാ പക്ഷേ നിന്നെ കുറിച്ച് റസൂലുള്ള വേറെ സ്വർഗ്ഗത്തിലെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ അതിനുള്ള കാരണമാണ് ഞങ്ങൾ ചോദിച്ചിട്ടുള്ളത് അതിനുള്ള കാരണമാണ് ചോദിച്ചത് എന്ന് ഇവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോയ പെണ്ണുങ്ങൾ സ്വഹാബി വനിതകൾ അവിടുന്ന് ചോദിക്കുകയാ പടച്ചുറപ്പി ആ പ്രിയപ്പെട്ട സ്വഹാബി വനിത അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ ഞാൻ പിന്നീട് പ്രത്യേകമായിട്ട് ചെയ്യുന്ന നന്മ ഏതാണെന്നറിയോ ഞാൻ ചെയ്യുന്ന നന്മ ഏതാണെന്നറിയോ എന്റെ ജീവിതത്തിലോ എന്റെ ഭർത്താവ് രാവിലെ ആയി കഴിഞ്ഞാൽ പടച്ചുറപ്പേ സുബ്ഹ് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നു വന്ന പടച്ചുറപ്പേ പള്ളികളിൽ നിന്ന് നമസ്കരിച്ചിട്ട് വീട്ടിലേക്ക് വരികയാണ് അല്ലാഹ് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ടോ എന്റെ ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് അല്ലാഹുവേ എന്നെയും എന്റെ പ്രിയപ്പെട്ട മക്കളെയും പോറ്റാൻ വേണ്ടി പുറത്തു പോവുകയാണല്ലോ പണിയായുധം എടുത്തിട്ട് പുറത്തു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൂടെ ഞാനും പുറത്തിറങ്ങുമല്ലോ എന്നിട്ട് എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യെ പിടിച്ചിട്ട് പറയുന്നു പടച്ച
പടച്ചറബേ അവിടുന്ന് പറയുകയാണ്, എന്റെ ഭർത്താവിന്റെ കയ്യെ പിടിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് വസിയത്ത് ചെയ്യുകയാ, നിങ്ങൾ അധ്വാനിച്ചിട്ട് കൊണ്ടുവരുന്ന പണമുണ്ടല്ലോ, നിങ്ങൾ അധ്വാനിച്ചിട്ട് കൊണ്ടുവരുന്ന പണമുണ്ടല്ലോ, അല്ലാഹുവേ അത് ഹലാലായ സമ്പത്തായിരിക്കണേ, ഹറാമ് കൊണ്ടുവരല്ലേ, എനിക്ക് ഹറാമ് ഭക്ഷിക്കാൻ തരല്ലേ. എന്റെ കണ്ണുകൊണ്ട് നാളെ അല്ലാഹനെ കാണണല്ലോ, അല്ലാഹു റസൂലിനെ കാണണല്ലോ, എന്റെ കൈ കൊണ്ട് പുന്നാരിനെ വിട്ടങ്ങളെ പിടിക്കണല്ലോ, അല്ലാഹന്റെ പടച്ചറബേ കാണണമല്ലോ, അല്ലാഹന്റെ റസൂലിനോട് സംസാരിക്കണമല്ലോ, പടച്ചറബേ അല്ലാഹനോട് എനിക്ക് സംസാരിക്കണമല്ലോ. അതുകൊണ്ട് എന്റെ ശരീരത്തിലേക്ക് ഹറാമ് കടത്തല്ല, എന്റെ നന്മയിലേക്ക് നിങ്ങൾ നയിക്കണേ. അതുകൊണ്ട് നല്ല ഭക്ഷണം നിങ്ങളെ ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ തരണേ. എനിക്കും എന്റെ മക്കൾക്കും ഇവിടെ നിങ്ങൾ കൊണ്ടുവരുന്ന ഭക്ഷണം ഹലാലാകണേ. എന്റെ പ്രിയമുള്ളവരെ, എന്നതാ അവിടുന്ന് എന്റെ പ്രിയമുള്ളവരെ ഈ പ്രിയപ്പെട്ട മഹതി അവിടുന്ന് പഠിപ്പിക്കുകയാണല്ലോ. ഇതാണ് എന്റെ പ്രിയമുള്ളവരെ ദുനിയാവിൽ നിന്ന് തന്നെ സ്വർഗം ലഭിക്കാനുള്ള കാരണം. ദുനിയാവിൽ നിന്ന് തന്നെ സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യാനുള്ള കാരണം ഇതാ. അല്ലാഹുവേ, ജീവിതത്തിൽ ഹലാലും ഹറാമും വേർതിരിച്ചിട്ട് ജീവിക്കാൻ പഠിച്ചതാ. ഇന്ന് നമുക്ക് ഹലാല് നോക്കുന്നില്ല, ഹറാമ് നോക്കുന്നില്ല. ജീവിതത്തിൽ സമ്പത്ത് നമുക്ക് ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയാൽ മതി. ഇതാണ് ഇന്ന് നമ്മുടെ അവസ്ഥയുള്ളത്. പടച്ചറബേ, സമ്പത്ത് നമ്മളിലേക്ക് കടന്നു വന്നാൽ മതി, നമുക്ക് പട്ടിണി കിടക്കാൻ പാടില്ല. നല്ല ഭക്ഷണം നമ്മൾ ധരിക്കണല്ലോ, നല്ല ഭക്ഷണം നമ്മൾ കഴിക്കാൻ മതി. പടച്ചറബേ, നമുക്ക് തോന്നുമ്പോ നല്ല വസ്ത്രം നമുക്ക് ലഭിച്ചാൽ മതിയല്ലോ. അല്ലാതെ എന്റെ ഭർത്താവ് കൊണ്ടുവരുന്ന സമ്പത്തോ പടച്ചറബേ ഹലാലാണോ ഹറാമാണോ എന്നൊന്നും നമ്മൾ ആരും ചിന്തിക്കാറില്ലല്ലോ, പടച്ചറബേ, ഭർത്താവ് കൊണ്ടുവരുന്നത് പലിശയ്ക്ക് കൊടുത്ത പണമാണെങ്കിലോ ഉമ്മ നമ്മളത് ഭക്ഷിച്ചു കഴിഞ്ഞാ, നല്ല ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിലോ, ഹറാമിന്റെ സമ്പത്തിലൂടെയുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നതെങ്കിലോ, നമ്മളിലൂടെ ഉണ്ടാകുന്ന നമ്മുടെ മക്കളുണ്ടല്ലോ, നമ്മളിലൂടെ കടന്നു വരുന്ന നമ്മുടെ മക്കളുണ്ടല്ലോ, ആ മക്കളെ പോലും നമുക്ക് വേണ്ട രൂപത്തിൽ നന്മയാക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. നമ്മളൊക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ മക്കളുടെ കാര്യത്തിൽ നമ്മൾ വിഷമിക്കുന്നവരാണല്ലോ, നമ്മൾ വല്ലാതെ വിഷമിക്കുന്നവരാണല്ലോ. പടച്ചറബേ, അതുകൊണ്ട് ഒരിക്കലും തന്നെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നതല്ലെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ വിഷമെന്താ? അല്ലാഹുവേ, ദുനിയാവിന്റെ ത്വരിക്കമുകളിൽ ജീവിക്കുന്ന കാലം അത്രയും ദുനിയാവിന്റെ വീട്ടിൽ സമ്പത്ത് വേണം, ദുനിയാവിന്റെ വീട്ടിൽ സുഖം വേണം, ദുനിയാവിന്റെ വീട്ടിൽ എല്ലാവിധ സൗകര്യങ്ങളും എന്റെ പ്രിയമുള്ളവരെ എനിക്ക് വേണം എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എന്നിട്ടോ അതിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് മടിയും. അല്ലാഹു തആല തൗഫീഖ് ബോധം നൽകട്ടെ, അല്ലാഹ് നമുക്ക് ബോധം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവിനെ നമ്മൾ സന്തോഷിപ്പിക്കാൻ പാടില്ല. ദുനിയാവിനെ നമ്മൾ സന്തോഷിപ്പിച്ചാൽ അത് ഇബ്ലീസിനെ സന്തോഷിപ്പിക്കുന്ന പോലെയാണ്. ആഖിറത്തെ സന്തോഷിപ്പിച്ചാലോ അത് അല്ലാഹുവിനെ സന്തോഷിപ്പിക്കല, അത് അല്ലാഹനെ സന്തോഷിപ്പിക്കല. ആഖിറത്തെ ഇഷ്ടപ്പെടുക, ദുനിയാവിനെ വെടിയുക. ദുനിയാവിനെ വെടിഞ്ഞാൽ ദുനിയാവ് നിന്റെ ഒപ്പം പോരും. നീ ദുനിയാവിന്റെ ഒപ്പം പോയാൽ ദുനിയാവ് അങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടേയിരിക്കും. നീ ആഖിറത്തെ ഇഷ്ടപ്പെട്ടാൽ പക്ഷെ ആഖിറം ഒരിക്കലും അങ്ങോട്ട് പോകൂല, ആഖിറം നിന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരും. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ദുനിയാവിന് ഒരാൾ ഇഷ്ടപ്പെട്ടു, ദുനിയാവിന് ഒരാൾ ഇഷ്ടപ്പെട്ടാൽ പ്രിയമുള്ളവരെ നമുക്ക് നഷ്ടമാണ്. ആഖിറത്ത് ഒരാൾക്ക് ഇഷ്ടപ്പെട്ടാൽ അവർക്ക് വിജയമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. ഇന്ന് നമ്മളൊക്കെ ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നു, മഹാന്മാരൊക്കെ ദുനിയാവിന് വെടിഞ്ഞു, അതുകൊണ്ട് അവർ വിജയിച്ചു. ഇത് നമ്മൾ ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് നമ്മൾ പരാജയപ്പെടുന്നു. അവർ ആഖിറത്തെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് അവർ വിജയിച്ചു. നമ്മൾ ആഖിറത്തെ വെടിയുന്നു. അല്ലാഹു ബോധം തരട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം
മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ ഒരിക്കലും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ച റബ്ബേ ഒരു വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അതാ പടച്ച റബ്ബേ ഒരു ചെറുപ്പക്കാരൻ നിന്നിട്ട് കരഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാന്റെ ദർബാറിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തിയിരിക്കുകയാ. അല്ലാഹുവേ പടച്ച റബ്ബേ മൂസാ നബിക്ക് വല്ലാത്ത അത്ഭുതമായി. ഈ കാലഘട്ടത്തിലോ അല്ലാഹുവേ പടച്ച തമ്പുരാനെ നിന്റെ മുമ്പിൽ ഇങ്ങനെ കരങ്ങൾ ഉയർത്തി കരയുന്ന ഒരുപാട് മക്കളുണ്ടല്ലോ. അല്ലാഹുവേ ഈ ചെറുപ്പക്കാരന്റെ കരച്ചിൽ കണ്ടിട്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വല്ലാത്ത അത്ഭുതമായി. അവിടുന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് വല്ലാതെ സന്തോഷിക്കുകയാ. പടച്ച റബ്ബേ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവേ തന്റെ ആവശ്യം കഴിഞ്ഞിട്ട് തിരിച്ചു പോരുന്ന സമയമുണ്ടല്ലോ. പടച്ച റബ്ബേ തിരിച്ചു പോരുന്ന സമയമുണ്ടല്ലോ. ആ സമയത്തും അതാ അവിടെ നിന്ന് അല്ലാഹുവേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നാലെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. തിരിച്ചു പോരുന്ന സമയത്തും ആ ചെറുപ്പക്കാരൻ എന്നിട്ട് വല്ലാതെ കരയുകയാ. അവിടെ നിന്നും കരയുകയാണല്ലോ. പടച്ച റബ്ബേ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ അതാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വീണ്ടും അവിടെ നിന്ന് വല്ലാതെ അത്ഭുതപ്പെടുകയാണ്. അവിടെ നിന്ന് വല്ലാതെ കരയുകയാണ്. പടച്ച റബ്ബേ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ദർബാറിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തി. അല്ലാഹുവിന്റെ ദർബാറിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തുകയാ. എന്നിട്ട് അവിടുന്ന് പറയുകയാ, അല്ലാഹുവേ പടച്ച തമ്പുരാനെ, അല്ലാഹുവേ പടച്ച തമ്പുരാനെ, ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഇങ്ങനെ കരയുന്നത് കാണുമ്പോ എന്റെ മനസ്സിനകത്ത് വല്ലാത്ത വേദനയാണ്. ഇന്നും ഇങ്ങനെ അല്ലാഹുവേ നിന്നെ പേടിച്ചിട്ട് കരയുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. അല്ലാഹുവേ നീ അവന്റെ കാര്യങ്ങൾ തീർത്തു കൊടുക്കണേ എന്ന് പറയുമ്പോ ഉടനെ അതാ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാ. എന്റെ പ്രിയമുള്ളവരെ, മുഖറബായ മലക്ക് കടന്നു വന്നിട്ടോ അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കുകയാണ്, മൂസാ നബിയെ അവനിക്ക് വേണ്ടിയിട്ട് അവിടുന്ന് ഒരിക്കലും തന്നെ ദുആ ചെയ്യല്ലേ, അവനിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യല്ലേ. പടച്ച റബ്ബേ അവിടുന്ന് പറയുകയാ, അല്ലാഹുവേ അവന് ദുനിയാവിനെ ഇഷ്ടപ്പെട്ടവനാണ് നബിയെ. ദുനിയാവിനെ ഇഷ്ടപ്പെട്ട് ദുനിയാവിന്റെ കാര്യങ്ങൾ മാത്രം ചോദിച്ചുകൊണ്ടിരിക്കുകയാ. ദുനിയാവിന്റെ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാ. അവിടുന്ന് ആഖിറത്തെ വല്ലാതെ വെടിഞ്ഞു പോയവനാ. ആഖിറത്തെ വല്ലാതെ വെടിഞ്ഞു പോയവനാ. അല്ലാഹുവേ മലക്ക് അവിടുന്ന് പഠിപ്പിക്കുകയാണ് മൂസാ നബിയെ, അവൻ അല്ലാഹുവിലേക്ക് തന്റെ കരങ്ങൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ടോ, അല്ലാഹുവിലേക്ക് തന്റെ കരങ്ങൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ടോ പടച്ച റബ്ബേ തന്റെ രണ്ട് കൈയും ഇങ്ങനെ താഴ്ന്നിട്ട് പൊട്ടി വീഴുന്നത് വരെ അവനിങ്ങനെ പിടിച്ചു നിന്നാൽ പടച്ച റബ്ബേ കരഞ്ഞ് 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 അവന്റെ കണ്ണിലൂടെ അവന്റെ തലച്ചോറ് പുറത്തേക്ക് കടന്നു വന്നാൽ പടച്ച റബ്ബേ അവനിക്ക് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതല്ല, അവന്റെ കാര്യങ്ങൾ അല്ലാഹു സ്വീകരിക്കുന്നതല്ല. കാരണം അവന് ചോദിക്കുന്നത് മുഴുവനും ദുനിയാവാ നബിയേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മൾ ദുനിയാവിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ദുനിയാവിനെ എങ്ങാനും നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പടച്ച റബ്ബേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരാജയപ്പെടുത്തുമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരാജയപ്പെടുത്തുമല്ലോ. പിന്നെ ഒരിക്കലും തന്നെ നമുക്ക് വിജയിക്കാൻ കഴിയുന്നതല്ലെന്ന് അല്ലാഹുവേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, ഒരുപാട് ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ പോലും നമ്മൾ നന്മ മാത്രം ചോദിക്കണേ, അല്ലാഹുവിനോട് നന്മ മാത്രം ചോദിക്കണേ. ആഖിറത്തെ മാത്രം ചോദിച്ചോ, എന്നിട്ട് നീ ദുനിയാവിനെ ചോദിച്ചോ. നീ ആഖിറത്തെ ചോദിക്കുമ്പോഴും അത് ദുനിയാവിന് വേണ്ടിയിട്ടാകരുത്. അല്ലാഹുവേ പടച്ച റബ്ബേ നീ ദുനിയാവിനെ ചോദിക്കുമ്പോ അല്ലാഹു ആഖിറത്തിൽ വിജയിക്കാനുള്ളതാണെന്നുള്ള ബോധം വരണമല്ലോ. ദുനിയാവിനെ ചോദിക്കുമ്പോ പടച്ച റബ്ബേ നാളെ നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ ഇതെല്ലാം നന്മകളാക്കി നീ കാണിച്ചു തരണേ അല്ലാഹ് എന്ന് പറയാൻ മറക്കല്ലേ, എന്ന് പറയാൻ മറക്കല്ലേ പ്രിയമുള്ളവരെ.
അതുകൊണ്ട് നമ്മൾ ദുനിയാവിനെ മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ ഒരിക്കലും തന്നെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ ആഖിറത്തെ കൂടെ ചോദിക്കണം. നമ്മൾ ആഖിറത്തെ ചോദിക്കണം, എന്നിട്ട് ദുനിയാവിനെ ചോദിക്കണം. അള്ളാഹു ബോധം തരട്ടെ, അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. നമ്മളൊക്കെ ദുനിയാവിന്റെ ആളുകളാണ്, ആഖിറത്തെ വെടിഞ്ഞ് ജീവിക്കുന്ന ആളുകളാ. അള്ളാഹുവേ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്, നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്.